എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ, ജറൂറത്ത് ഹേ. പോവേണ്ട ആവശ്യമുണ്ട്, ജാനെ കി ജറൂറത്ത് ഹേ. വരേണ്ട ആവശ്യമുണ്ട്, ആനെ കി ജറൂറത്ത് ഹേ. ഇന്ന് നമ്മൾ ഇതിന്റെ പാസ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്. ഇപ്പൊ ഞാൻ പറയാണ്, അവൻക്ക് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് വാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതാണ് ജറൂറത്ത് ഥി. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവാണ് ജറൂറത്ത് നഹീ ഥി. എന്താ പറഞ്ഞ്? ജറൂറത്ത് ഥി ഇതിന്റെ നെഗറ്റീവാണ് ജറൂറത്ത് നഹീ ഥി. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ഒരു ക്രിയ, ഒരു വെർബ് എടുക്കും. ജാന, ഒരു ഉദാഹരണം പറയാം. ജാന ആണ്. ജാന എന്ന് പറയുന്ന വെർബിനെ ജാനെ എന്നാക്കി മാറ്റണം. എന്ന് വെച്ചാൽ നാ എഴുവാക്കിയിട്ട് അവിടെ നെ ചേർക്കണം, ജാനെ. അത് കഴിഞ്ഞിട്ട് ഒരു കി ചേർക്കുക. അപ്പൊ എന്തായി? ജാനെ കി, ജാനെ കി, കർനെ കി, ആനെ കി, ഹസ്നെ കി, പീനെ കി, കാനെ കി. അതിന്റെ കൂടെയാണ് നമുക്ക് ജറൂറത്ത് ഥി അല്ലെങ്കിൽ ജറൂറത്ത് നഹീ ഥി ചേർക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് മലയാളത്തിൽ മീനിങ് വരിക, ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നായി. ഓക്കെ, പാസ്റ്റായി. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഉദാഹരണം നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് സെന്റൻസിന്റെ ലാസ്റ്റ് എപ്പോഴും നമുക്ക് ചേർക്കേണ്ടത് ഥി ആണ് കേട്ടോ. എന്താണ്? ജറൂറത്ത് ഥി, ജറൂറത്ത് നഹീ ഥി. അല്ലാതെ ജറൂറത്ത് ഥാ, ജറൂറത്ത് ഥേ അങ്ങനെ പറയരുത്. എന്താ കാരണം അറിയോ? അതിന്റെ കാരണം ജറൂറത്ത് എന്ന് പറയുന്ന ഈ ഒരു ശബ്ദം, ഈ ഒരു വേർഡ്, ജറൂറത്ത് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഹിന്ദി ലാംഗ്വേജിൽ എപ്പോഴും ഫീമെയിൽ ആയിട്ടാണ് കാണുന്നത്. ഫീമെയിൽ എന്ന് വെച്ചാൽ ഒരു പെണ്ണായിട്ടാണ്, ഒരു സ്ത്രീലിംഗം എന്ന് പറയാം. സ്ത്രീലിംഗം പെണ്ണായിട്ടാണ് കാണപ്പെടുന്നത്. എന്തിന്? ജറൂറത്ത് എന്ന് പറയുന്ന വേർഡ്. അതുകൊണ്ട് എപ്പോഴും സെന്റൻസിന്റെ ലാസ്റ്റ് തീ ആണ് ചേർക്കേണ്ടത്. ഓക്കെ, ജറൂറത്ത് ഥി, ജറൂറത്ത് നഹീ ഥി. ഓക്കെ, അതൊരു മെയിൽ ആണെങ്കിലും ഫീമെയിൽ എന്താണെങ്കിലും സെന്റൻസിന്റെ ലാസ്റ്റ് ജറൂറത്ത് ഥി, തീ തന്നെ വന്നിരിക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ്, എനിക്ക് ഇന്നലെ അവിടെ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്താ പറയാ? എനിക്ക് നമുക്ക് പറയാം മുജെ പറയാം, മുജ്കോ എന്ന് പറയാം, മേർക്കോ എന്ന് പറയാം, അതുപോലെ അപ്പുൻകോ എന്നും പറയാം. അപ്പുൻകോ. അപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് എന്താ ഉപയോഗിക്കുക? മുജെ. അപ്പൊ എന്തായി? എനിക്ക് മുജെ, ഇന്നലെ കൽ, അവിടെ വഹാ, പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. പോവുക ജാന അല്ലെ, ജാനേക്കി എന്നാണ്. ജാനേക്കി ആണോ നമ്മൾ എഴുതി? ജാനേക്കി. ജാനേക്കി എഴുതിയിട്ട് എന്തായി? ജറൂറത്ത് ഥി, ജറൂറത്ത് ഥി. അപ്പൊ എന്തായി? മുജെ കൽ വഹാ ജാനെ കി ജറൂറത്ത് ഥി എന്ന് പറഞ്ഞ് മുജെ കൽ വഹാ ജാനെ കി ജറൂറത്ത് ഥി. ഇനി നമുക്ക് ഇതിന്റെ എന്ത് എഴുതാം? നെഗറ്റീവ് എഴുതാം. എങ്ങനെ? മുജെ കൽ വഹാ ജാനെ കി ജറൂറത്ത് നഹീ ഥി. ആണോ? ജറൂറത്ത് നഹീ ഥി. എനിക്ക് ഇന്നലെ അവിടെ പോവേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണമാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതൊരു നെഗറ്റീവാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എന്ന് പറയാം. നിങ്ങൾക്ക് ആപ്കു, നമ്മൾ ഇത് ആപ്കു. ഇത് യഹ്. ഓക്കെ, എന്ന് പറയാം, യഹ് എന്നും പറയാം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ചെയ്യുക കർണ. അത് നമ്മൾ ആദ്യം കർണേക്ക് എഴുതണം. കർണേക്ക്. കണ്ടോ? കർണേക്ക് ജറൂറത്ത് നഹീ ഥി, ജറൂറത്ത് നഹീ ഥി. എന്താണ് എൻ്റെ കാരണം? ഇത് നെഗറ്റീവാണ്. ഇനി എനിക്ക് പറയണം, നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു പറയാം. പറയും ആപ്കോ യേ കർനെ കി ജറൂറത്ത് ഥി, ആപ്കോ യേ കർനെ കി ജറൂറത്ത് ഥി. ക്ലിയർ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. എന്തിന് ഇവിടെ കളിക്കണമായിരുന്നു? എന്തിന് ഇവിടെ കളിക്കണമായിരുന്നു? എന്തിന് ഇവിടെ കളിക്കണമായിരുന്നു? അപ്പൊ എന്തിനെന്ന് പറയാം? എന്തുകൊണ്ട്? ക്യോ. ക്യോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്. ഇവിടെ യഹാ കളിക്കുക, കേൽന, കേൽനേക്കി ആണോ? കളിക്കുക കേൽനാണല്ലോ. നമ്മളിത് കേൽനേക്കി. ക്യോ യഹാ കേൽനേക്കി ജറൂറത്ത് ഥി, ക്യോ യഹാ കേൽനേക്കി ജറൂറത്ത് ഥി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സോറി, യഹാ കേൽനേക്കി ജറൂറത്ത് ക്യോ ഥി. അങ്ങനെയും പറയാം. ഇങ്ങനെ യഹാ കേൽനേക്കി ജറൂറത്ത് ക്യോ ഥി, അല്ലെങ്കിൽ നമുക്ക് ക്യോ യഹാ കേൽനേക്കി ജറൂറത്ത് ഥി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അവർക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. പറയാം അവർക്ക് ഉനെ. കണ്ടോ? അവർക്ക് ഇന്ന്
വേർഡ് പറയാൻ വേണ്ടിയിട്ട് ഉൻകോ എന്ന് പറയാം, ഉനെ എന്ന് പറയാം. ഉൻകോ എന്ന് പറയാം, ഉനെ എന്ന് പറയാം. ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഉൻകോ ചേർക്കാം, അല്ലെങ്കിൽ ഉനെ ചേർക്കാം. ഉനെ ഇന്ന്, ആജ് ഇവിടെ, യഹാ വരുക, ആന. നമ്മൾ ആദ്യം ആന എന്ന് പറയുന്ന ക്രിയയെ വെർബിനെ ആനയ്ക്ക് മാറ്റി കാണും. ആനയ്ക്ക്, ഓക്കെ, ആനയ്ക്ക് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താണ് ആവശ്യമുണ്ടായിരുന്നു? ജറൂറത്തി. ആ ജറൂറത്തി വാക്യം ഇവിടെ ചേർക്കാം. എന്തായി? ഉനെ ആജ് യഹാ ആനയ്ക്ക് ജറൂറത്തി. ഉനെ ആജ് യഹാ ആനയ്ക്ക് ജറൂറത്തി. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? അവർക്ക് ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയാം. ഉനെ ആജ് യഹാ ആനയ്ക്ക് ജറൂറത്ത് നഹീ തീ. ഉനെ ആജ് യഹാ ആനയ്ക്ക് ജറൂറത്ത് നഹീ തീ. പിന്നെ എന്തിനാ വന്നത്? ഇനി അടുത്താണ്, ഞങ്ങൾക്ക് അവനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറയാം. ഞങ്ങൾക്ക് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ രണ്ട് വേർഡുണ്ട്. ഹംകോ അല്ലെങ്കിൽ ഹമേ. ഹംകോ അല്ലെങ്കിൽ ഹമേ. നമുക്ക് എഴുതാം, ഹമേ എഴുതാം. ഓക്കെ, ഹമേ. ഹമേ ഇവിടെ ചെറിയൊരു ഓക്കെ. അപ്പോൾ നമുക്ക് ഹമേ എഴുതാം, അല്ലെങ്കിൽ ഹംകോ. ഹമേ ഉസ്സെ മിൽനേക്ക് ജറൂറത്ത് ഥി. കണ്ടോ? ഹമേ ഞങ്ങൾക്ക്, അവനെ, ഉസ്സെ അല്ലെങ്കിൽ ഉസ്കോ, ഉസ്സെ. അതുപോലെ കാണേണ്ട, കാണുക, മിൽന എന്ന് പറയാം. മിൽന. ആ മിൽന എന്ന് പറഞ്ഞ ക്രിയ എന്താക്കണം? മിൽനേക്ക്. എന്നായി മിൽനേക്ക് ജറൂറത്തി. മിൽനേക്ക് ജറൂറത്തി. അപ്പോൾ എന്തായി? ഹമേ ഉസ്സെ മിൽനേക്ക് ജറൂറത്തി. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? ഞങ്ങൾക്ക് അവനെ കാണേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? പറയാം, ഹമേ ഉസ്സെ മിൽനേക്ക് ജറൂറത്ത് നഹീ തീ. ജറൂറത്ത് നഹീ തീ. ഇനി നിങ്ങൾ 2-3 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കൊമൻസ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.